എൻ്റെ പേര് സിത്താര. ഞാൻ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ നിന്ന് വരുന്നു. എനിക്ക് 6 വർഷത്തോളമായിട്ട് ശക്തമായിട്ടുള്ള ഉപ്പൂറ്റി വേദന ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ചെറുതായിട്ടായിരുന്നു, പിന്നെ അത് ശക്തി കൂടി വന്നു. സാധാരണ ഉപ്പൂറ്റി വേദനയുള്ളവർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഇരുന്നിട്ട് നടക്കുമ്പോഴൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും വേദന. എനിക്ക് കണ്ടിന്യൂസ് പെയിൻ ആയിരുന്നു. ഉപ്പൂറ്റിയുടെ അടിയിൽ വലിയ വ്രണം ഉള്ള പോലെ കുത്തിപ്പറിക്കുന്ന പോലത്തെ ഒരു വേദനയായിരുന്നു. ഇടയ്ക്ക് പെയിൻ കില്ലർ കഴിക്കും, നീർക്കെട്ടിന് മരുന്ന് കഴിക്കും, അപ്പോൾ കുറയും, അങ്ങനെയായിരുന്നു. പിന്നെ ഉപ്പൂറ്റി വേദനയ്ക്ക് മാത്രമായിട്ട് ഒരു 3 പ്രാവശ്യത്തോളം മരുന്ന് മേടിച്ച് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം ഭയങ്കരമായിട്ട് കൂടിയപ്പം ഡോക്ടർ പറഞ്ഞു ഉപ്പൂറ്റിയിലേക്ക് ഡയറക്റ്റ് സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ വെക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചു. അപ്പോൾ ഒരു 3 മാസത്തോളം കുറവുണ്ടായിരുന്നു. പിന്നെയും അതുപോലെ തന്നെ ശക്തി പ്രാപിച്ച വേദന ഉണ്ടായിരുന്നു. ഒരു ദിവസം ഏകദേശം 2 വർഷമായി ഇവിടെ ഏകദിന കൺവെൻഷന് വന്നപ്പം റഫേലച്ചൻ പറഞ്ഞു ഉപ്പൂറ്റി വേദനയുള്ളവരെയൊക്കെ പ്രാർത്ഥിച്ചോ, ഇപ്പം തന്നെ സൗഖ്യമുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു തീരുന്നതിൻ്റെ മുമ്പ് തന്നെ ഉപ്പൂറ്റിയുടെ അടിയിൽ എനിക്കൊരു വെള്ളത്തിനൊരു കൊമള പൊട്ടുന്ന പോലെ ഒരു ലൈറ്റായിട്ടൊരു അനുഭവം തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. ഇവിടുന്ന് പോകുമ്പം തന്നെ ഏകദേശം പകുതിയോളം വേദന കുറഞ്ഞു. ഇപ്പോൾ ഒരു 2 വർഷത്തോളമായി ഉപ്പൂറ്റിക്ക് യാതൊരു വേദനയില്ല. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ പല്ലിന് ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ടായിരുന്നു. ഭയങ്കരമായിട്ടുള്ള കടച്ചിൽ, വായിൽ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ പല്ല് ഊരി പോകുന്ന പോലെ തോന്നും. പിന്നെ ഇങ്ങനെ വറുത്ത മീനോ ചിക്കൻ അങ്ങനെയുള്ള എന്തെങ്കിലും കട്ടിയുള്ള സാധനങ്ങൾ കഴിച്ചാൽ അത് ഭയങ്കര കടച്ചിലായിരുന്നു. ഇതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ലൈവായിട്ടുള്ളൊരു അത്ഭുത ജപമാലയിൽ അച്ഛൻ പറഞ്ഞു പല്ലിന് അസ്വസ്ഥതകളുള്ളവരെ, പുളിപ്പ് അങ്ങനെ അസ്വസ്ഥതയുള്ളവരെയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചോ, ഇപ്പോൾ തന്നെ സൗഖ്യം കിട്ടുന്നു. അപ്പോൾ ഞാൻ പല്ലിന് ഇങ്ങനെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അത് ഏകദേശം ഇപ്പോൾ 2 വർഷത്തോളമായി പല്ലിന് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല. ഇത്രയും അനുഗ്രഹം തന്നെ ഈശോയ്ക്കും മാതാവിനും അന്തോണീസ് പുണ്യാളിനും 1000 നന്ദി പറയുന്നു. ശക്തമായിട്ട് കൈകളടിച്ച് നന്ദി പറയാം.